പുതുവത്സരാഘോഷത്തിനായി ബംഗളൂരുവിലെത്തിച്ച 28.75 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നു. വിവിധയിടങ്ങളിൽ നിന്നായി പിടികൂടിയത് MDMA-യും ഹൈഡ്രോ കഞ്ചാവുമാണ്. ഒരു വനിതയും അടക്കം 2 വിദേശികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, ഈ ന്യൂ ഇയർ ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ ലഹരിക്കടത്ത് പതിവാണ്. ഇപ്പോൾ ഇവരെങ്ങനെയാണ് പിടിയിലാകുന്നത്? ഈ പുതുവത്സരാഘോഷം കൊഴുപ്പിക്കുന്നതിന് വേണ്ടി ലഹരി മരുന്നുകൾ വൻതോതിൽ പലയിടത്തായിട്ട് സ്റ്റോർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന വ്യാപകമാക്കിയത്. നേരത്തെ ഇതിനു മുൻപ് ഒരു നൈജീരിയൻ സ്വദേശിയെ വലിയ തോതിൽ ഇങ്ങനെ ഏതാണ്ട് 10 കിലോയോളം ലഹരി മരുന്നുകളായി പിടിച്ചിരുന്നു. അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളെ തുടർന്നാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയത്. ഏതാണ്ട് 28.75 കോടി രൂപ മൂല്യം വരുന്ന വിപണി വില വരുന്ന ലഹരി വേട്ടയാണ് നടത്തിയത്. MDMA, ഹൈഡ്രോ കഞ്ചാവ് ഉൾപ്പെടെയുള്ളവയാണ് പിടിച്ചത്. 2 വിദേശികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഒന്ന് നോർത്ത് ബംഗളൂരുവിലെ തമ്പികേഹള്ളിയിലെ P&T ലേഔട്ടിലെ വീട്ടിൽ നിന്ന് 18.5 കോടി രൂപയുടെ MDMA പിടിച്ചെടുത്തു. ഇതിൽ ടാൻസാനിയൻ സ്വദേശിയായിട്ടുള്ള നാൻസി ഒമേരി എന്ന് പറയുന്ന യുവതിയാണ് പിടിയിലായത്. ഇതിനുശേഷം ലാൽബാഗിന് സമീപത്തെ വീട്ടിൽ നിന്ന് 2.25 കോടി രൂപ വില മതിക്കുന്ന MDMA-യും അതുപോലെ തന്നെ ഹൈഡ്രോപോണിക് കഞ്ചാവും ഒക്കെയാണ് പിടിച്ചെടുത്തത്. ഏതായാലും വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുന്നത് തന്നെയാണ്. 28 കോടിയിൽ പരം രൂപയുടെ രാസവസ്തുക്കളാണ്, രാസലഹരിയാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.